ഈശോ നടന്നവർ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ രണ്ട് അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചത്. ഈശോ നടന്നു പോകുമ്പോൾ രണ്ട് അന്ധന്മാരെ ഈശോയെ സമീപിക്കുന്നു. ഭവനത്തിലെത്തുമ്പോൾ ഈശോ ഈ അന്ധന്മാരോട് ചോദിക്കുകയാണ്, ഇതെനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു? അപ്പൊ ഈ രണ്ട് അന്ധന്മാരും പറയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അന്ധന്മാര് സൗഖ്യമുള്ളവരായിട്ട് തിരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോയിലെ വിശ്വാസം വേണം എന്നുള്ളൊരു കാര്യം ഇന്നത്തെ സുവിശേഷഭാഗം നമ്മൾ ഓർമ്മിക്കുകയാണ്. ഇതേക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ലേഖന ഭാഗത്തിൽ പൗലോസ്ലിഹ നമ്മളോട് പറയുന്നത്. പൗലോസ്ലിഹയും തിമോത്തിയോസും കൂടിയിട്ട് കൊളോസോസിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തില് പൗലോസ്ലിഹ ഇപ്രകാരം പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങളുടെ ഉൾപ്പോഴെല്ലാം ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുകൊണ്ടാണ് അതിനുള്ള കാരണം കൂടി പൗലോസ്ലിഹ പറയുകയാണ്, നിങ്ങൾക്ക് ഈ ദൈവത്തിലുള്ള വിശ്വാസവും വിശുദ്ധരോടുള്ള സ്നേഹവും കാരണം ഇത് ഓർക്കുമ്പോഴെല്ലാം ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണെന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷഭാഗവും ലേഖനഭാഗവും നമ്മുടെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ട ഒരു പുണ്യമാണ് ദൈവത്തിലുള്ള വിശ്വാസം. ചുമ്മാ നമ്മൾ വിശ്വാസ പ്രമാണം ഒരുപാട് തവണ ചൊല്ലുന്നവരാണ്, പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലി അത് ഗ്രഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ പറയുന്നത് പോലെ തന്നെ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വിശ്വാസത്തില് വളരാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലാനും അതിനനുസരിച്ച് ജീവിക്കാനും നമുക്ക് സാധിക്കും. ഇന്നത്തെ വചനവായനകൾ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അത്തരം ഒരു വിശ്വാസത്തില് വളരുവാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിലുള്ള വിശ്വാസം അതിന് കൂടുതലായിട്ട് വളരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും